ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് സുവിശേഷം മതം മാറ്റമാണ്. ഇത് മതം മാറ്റമല്ല. ചില ആൾക്കാർ പറയുന്നത് ഇത് സഭ മാറുക, സഭ മാറ്റമല്ല. ചിലർ പറയുന്നത് ഇത് സംഘടന മാറുന്നതാ, അല്ല. ഇത് തത്വസംഹിതകൾ നിരത്തുന്നതുമല്ല. സുവിശേഷം പ്രത്യേക ശാസ്ത്രങ്ങളെ വാരി വിതറുന്നതല്ല. സുവിശേഷം മറ്റുള്ളവന്റെ സ്വൈര്യം കെടുത്തുകയല്ല, മറ്റുള്ളവനെ ആക്രമിക്കുന്ന മാർഗമല്ല, അവരന്റെ തല കൊയ്യാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. അങ്ങനെ ഒത്തിരി പറയാനുണ്ട്. സുവിശേഷം എന്തുവാ? അപ്പൊ എന്താണ് സുവിശേഷം? അതിന് മറുപടിയാ. ശ്രദ്ധിച്ച് കേട്ടോണം, എല്ലാരും കേട്ടോണം. അപ്പൊ നാളെ നിങ്ങൾ ചോദിക്കരുത് ഇതെന്തുവാ, നിങ്ങൾ അവിടെ 2-3 ദിവസമായിട്ട് ഒച്ചയും ബഹളവും ആരാണ്ടൊക്കെ വരികയും പോവുകയും പിന്നെ പാട്ടുകാരും എന്തോ ഏതാണ്ടൊക്കെ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ പാടുന്ന എന്തുവാന്നോ ഇതൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. എന്തുവാ പാടിയത്? ആ പാടിയത് ഞങ്ങൾ അങ്ങ് പാടുക. ഞാൻ ആരാണ്ട് പ്രസംഗിച്ച് ഓടി വായോ പൊത്തോ എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കുള്ളതാ. എന്തുവായി 2-3 ദിവസം ഇവിടെ കിടന്ന് ഈ ചാട്ടവും മേളവും അതൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെന്നാലും ഇങ്ങനെ, അതല്ല. അപ്പൊ ഇത് ന്യായമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇന്ന് രാത്രി അതാ ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ആരെയും ചോദിക്കുക എന്താ സുവിശേഷം. അപ്പോൾ അതിന് മറുപടി കൊടുക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണേ, എല്ലാവരും കേൾക്കണേ. എന്താണ് സുവിശേഷം? ഒന്നുകൂടെ ആവർത്തിക്കുക. മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, അവൻ മറ്റുള്ളവനെ ഉപദ്രവിക്കുന്ന മാർഗമല്ല. പിന്നെ എന്താ സുവിശേഷം എന്ന് പറഞ്ഞാൽ? അവൻ നസറയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. കുഞ്ഞെ വായിച്ചേ. ഞാൻ പറയുന്നതിനെല്ലാം വാക്യമുണ്ട് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ നിന്നായി പ്രസംഗിക്കുന്നത്. വേറൊന്നും പറയാൻ ഇല്ലെന്ന് താനും അറിയത്തുമില്ല, പറഞ്ഞാൽ ഒക്കത്തുമില്ല, പുസ്തകത്തിൽ നിന്നാ പറയുന്നത്. അപ്പോൾ വായിച്ചേ, എന്താണ് സുവിശേഷം? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ മോളെ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ന്റെ 8. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? കേട്ടല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ഇന്ന് രാത്രി കുറവലങ്ങാട് പട്ടണത്തിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട്, മാന്യരായ പ്രിയപ്പെട്ടവരോട്, ഞങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് ഇന്ന് രാത്രി ഓർപ്പിക്കുക, എന്താണ് സുവിശേഷം? ഇത് പെന്തിക്കോസ് മാർഗമല്ല, മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, ബഹളവും വെപ്രാളോ അല്ല. എന്താ സുവിശേഷം? ഒറ്റവാക്കിൽ ന്യായമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ നസറയനാകുന്ന യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടെന്നും പറഞ്ഞ് നിർത്തിയില്ല, ചേർത്ത് പറഞ്ഞു